ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. 2025 UPSC സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറിയുടെ ചോദ്യങ്ങളാണ്. ആൻസർ കീ വരാത്തത് കൊണ്ട് തന്നെ 100% ഇതായിരിക്കും ഉത്തരമെന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിത്ത് റെഫറൻസ് ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസിഡർ ദ ഫോളോവിങ്. ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്: ഹൗ മെനി ഓഫ് ദ എബോ ആർ ട്രീറ്റഡ് ആസ് AIF. AIF എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ. അതായത് നമുക്കിവിടെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എന്തെല്ലാമാണ് AIF എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സാധാരണയായിട്ട് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോക്ക്, ബോണ്ട് അല്ലെങ്കിൽ ക്യാഷ്. ഇവ കൂടാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമുക്ക് എന്തെന്ന് പറയാം? അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ എന്ന് വിളിക്കാം. എന്തൊക്കെയാണ് AIFന് ഉദാഹരണം വരിക? ഹെഡ്ജ് ഫണ്ട് വരും, വെഞ്ചർ ക്യാപിറ്റൽ വരും, പ്രൈവറ്റ് ഇക്വിറ്റി വരും, റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ വരും, ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ വരും. സോ നമുക്കിനി ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കൂട്ടത്തിൽ വരിക. സ്റ്റോക്ക് വരുന്നുണ്ട്, ബോണ്ട് വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ അവയെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉത്തരമായല്ലോ. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് ബോണ്ട് ഒഴിവാക്കാം, അതുപോലെ തന്നെ സ്റ്റോക്ക് ഒഴിവാക്കാം. ബാക്കി വരുന്ന ഹെഡ്ജ് ഫണ്ടും വെഞ്ചർ ക്യാപിറ്റലുമാണ് നമ്മുടെ ഉത്തരത്തിൻ്റെ കൂട്ടത്തിൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗ മെനി ഓഫ് ദ എബോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം വരും? 2 എണ്ണം വരും, ഹെഡ്ജ് ഫണ്ടും വെഞ്ചർ ക്യാപിറ്റലും. അതുകൊണ്ട് തന്നെ only 2 B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വരുമാന സ്രോതസ്സുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 5 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. ഇതിലേതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗവൺമെൻറ് ബോണ്ടുകളാണ്. ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗവൺമെൻറ് ബോണ്ടുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ OMOയുടെ ഭാഗമാണ്. ഇതുവഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവഴി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നതാണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ കറൻസി. നമ്മുടെ ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ മാനേജ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതുവഴി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റ് വഴി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. ഇനി മൂന്നാമതായിട്ട് തന്നേക്കുന്നത് പെൻഷൻ ഫണ്ട് മാനേജ്മെൻ്റ് ആണ്. പെൻഷൻ ഫണ്ട് മാനേജ്മെൻറ്റ് വഴി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല എന്ന് നമുക്ക് പറയാം. ലെൻഡിങ് ടു പ്രൈവറ്റ് കമ്പനീസ്. RBI ആണോ പ്രൈവറ്റ് കമ്പനികൾക്ക് ലെൻഡ് ചെയ്യുക? RBI ആർക്കാണ് ലെൻഡ് ചെയ്യുന്നത്? RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കാണ് ലെൻഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുന്നതാണ് കറൻസി പ്രിൻറ്റിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കറൻസി പ്രിൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അതൊരു കോസ്റ്റാണ്, അല്ലെങ്കിൽ അതൊരു എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അതിനൊരു റവന്യൂ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 2 കാര്യങ്ങൾ മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻകം സോഴ്സായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഒന്നാമത് പറയുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് ബോണ്ട്സും, രണ്ടാമത് പറയുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ കറൻസിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ A ആണ്. 1 and 2 only ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് രാജാറാം മോഹൻ റായ്. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. അധികം ചിന്തിക്കാതെ തന്നെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഹീ പോസസ് ഗ്രേറ്റ് ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ ദ ട്രഡീഷണൽ ഫിലോസഫിക്കൽ സിസ്റ്റം ഓഫ് ദി ഈസ്റ്റ്. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റായ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് കറക്റ്റാണോ? ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഹീ ഡിസൈഡ് ഹിസ് കൺട്രിമാൻ ടു അക്സെപ്റ്റ് ദ റാഷണൽ ആൻഡ് സയൻറ്റിഫിക് അപ്രോച്ച് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമാനിറ്റി, ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഫോർ ഓൾ ദ മെൻ ആൻഡ് വുമൻ. നമുക്കറിയാം നമ്മുടെ ഇവിടെ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടി ആദ്യം ഇറപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ രാജാറാം മോഹൻ റായ്. അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ സതിക്കെതിരെ ക്യാമ്പയിൻ നടത്തി ലിബറലിസത്തിൻ്റെ
വക്താവായി മാറി. അതുപോലെ തന്നെ റാഷണലിസം, മോഡേൺ സയൻസ്, ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്ന ആദ്യകാല വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് രാജാ റാം മോഹൻ റോയ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയായതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ത് വരും? ഓപ്ഷൻ സി വരും. ബോത്ത് 1 and 2 വരും നമ്മുടെ ഉത്തരം. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് സബ്ജക്റ്റ് വിത്ത് റിഗാർഡ് ടു നോൺ കോപ്പറേഷൻ പ്രോഗ്രാം. നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതെല്ലാമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെയാണ് ബോയ്ക്കോട്ട് ഓഫ് ലോക്കോട്ട്സ് ആൻഡ് ഫോറിൻ ക്ലോത്ത്. നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു കോർ പാർട്ട് എന്ന് പറയുന്നത് തന്നെ കൊളോണിയൽ നിയമങ്ങളെ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക, നമ്മുടെ ഖാദീനെ പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയവയൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബോയ്ക്കോട്ട് ഓഫ് ലോക്കോട്ട്സ് ആൻഡ് ഫോറിൻ ക്ലോത്ത് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഒബ്സർവൻസ് ഓഫ് സ്ട്രിക്റ്റ് നോൺ വയലൻസ്. ഇത് മുന്നിൽ നിന്ന് നയിക്കുന്നത് ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ നോൺ വയലൻസ് എന്ന് പറയുന്നത് എന്തായാലും കാണും. സോ ഒബ്സർവൻസ് ഓഫ് സ്ട്രിക്റ്റ് നോൺ വയലൻസ് എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. റിട്ടൻഷൻ ഓഫ് ടൈറ്റിൽസ് ആൻഡ് ഹോണേഴ്സ് വിത്തൗട്ട് യൂസിങ് ദം ഇൻ പബ്ലിക്. ആ നൽകപ്പെട്ട ടൈറ്റിലുകൾ ഗാന്ധി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നോ? ഇല്ല. കൈസറി ഹിന്ദ് ഉൾപ്പെടെ ഗാന്ധി തിരികെ നൽകി. അപ്പം 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നോ? ഗാന്ധി അന്തസ്സുള്ളവനായിരുന്നോ? ഗാന്ധി അത് തിരികെ നൽകി. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പഞ്ചായത്ത് ഫോർ സെറ്റിംഗ് ഡിസ്പ്യൂട്ട്. ശരിയാണോ? ശരിയാണ്. കൊളോണിയൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന് പുറത്ത് വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സെൽഫ് റിലയൻസിനും സ്വരാജിനും വേണ്ടി എന്ത് സ്ഥാപിച്ചു? പ്രൊമോഷൻ ഓഫ് പഞ്ചായത്തുകൾ, വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിച്ചു. അപ്പം എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പഞ്ചായത്ത് ഫോർ സെറ്റിംഗ് ഡിസ്പ്യൂട്ട് ശരിയാണോ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് വരും? സി ആണ്. ഓക്കെ, only 3 ആണ്. ഇതിൽ 3 എണ്ണം മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുള്ളൂ. ഒരെണ്ണം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം ഇതാണ്: ദ ഇറിഗേഷൻ ഡിവൈസ് അറാഗട്ട. ഈ അറാഗട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇതിനെ തന്നെ പേർഷ്യൻ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും. പേർഷ്യൻ വീൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു വലിയൊരു ചക്രം കാണും. ആ ചക്രത്തിൻ്റെ സ്പോക്സുകളുണ്ടല്ലോ, ആ സ്പോക്കുകൾ വരുന്നിടത്ത് എന്ത് ചെയ്യും? കുറേ ഒന്നല്ലെങ്കിൽ മൺകലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളായിരിക്കും. ഈ സ്പോക്കുകൾക്കിടയിൽ ഈ സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ മൺകുടങ്ങൾ വെക്കും. എന്നിട്ട് ഇത് കറക്കുന്ന സമയത്ത് അത് താഴെ പോകും, കിണറിൽ നിന്ന് വെള്ളമെടുക്കും, തിരിച്ച് കയറി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാത്തിയിലേക്ക് കമത്തും. ഈ സാധനത്താണ് നമ്മൾ പേർഷ്യൻ വീൽ അല്ലെങ്കിൽ അറാഗട്ട എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് പലർക്കും ഈ അറാഗട്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകില്ല. പേർഷ്യൻ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും തന്നെ അറിയാം. പണ്ടത്തെ സിനിമകളിലൊക്കെ ഈ സാധനം ഇഷ്ടം പോലെയുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് വരും? എ ലാർജ് വീൽ വിത്ത് എർത്തൻ പോട്ട്സ് ടൈഡ് ടു ദ ഔട്ടർ എൻഡ് ഓഫ് ഇറ്റ് സ്പോക്സ് വരും ഇതിൻ്റെ ഉത്തരം. സോ ബി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക.